ഹലോ, നമുക്ക് ഈസി ആയിട്ടൊരു ചിക്കൻ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയാലോ? സോസേജ് വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോസേജ് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മുളകും കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. നമ്മൾ സാധാരണ ചിക്കൻ കൊണ്ടല്ലേ ഇതുപോലെ പോക്കറ്റ് ഷവർമാസ് ഉണ്ടാക്കാറ്. നമുക്കൊന്ന് വെറൈറ്റി പിടിച്ച് വെക്കാമല്ലോ അല്ലേ? അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിൽ ക്യാരറ്റും ക്യൂക്കമ്പറും ഓണിയനും മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് മയണൈസും കെച്ചപ്പും കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പോക്കറ്റ്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോൾട്ടും പെപ്പറും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 ബ്രെഡ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു മുട്ടയിൽ ഇങ്ങനെ നന്നായിട്ട് അത് കോട്ട് ചെയ്ത് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്കത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കോട്ട് ചെയ്താലേ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുള്ളൂ കേട്ടോ. എനിക്കതിൽ എന്തോ ഒരു ചെറിയൊരു പിഴവ് പറ്റിയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സെറ്റ് ഇതുപോലെ ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മേ ബി ആ ഒരു എഗ്ഗ് എല്ലാ ഭാഗത്തും ആകാത്തതുകൊണ്ടായിരിക്കും. പിന്നെ എൻ്റെ വലിയ ബ്രെഡും ആയിരുന്നേ, അതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നടുക്ക് ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 പോക്കറ്റ്സ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ സെറ്റ് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് ഇതിനകത്തേക്ക് നിറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഡേ ഇൻ മൈ ലൈഫായിട്ട്. അപ്പോൾ എന്തായാലും ചാനലിൽ കയറി കണ്ടു നോക്കുക. നല്ലൊരു 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇഫ്താറിനൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമായിട്ടൊക്കെ നമുക്കിതിപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയണേ. പിന്നെ ഒരു ചില്ലി സോസേജിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ കയറി ഒന്ന് കണ്ട അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത വീഡിയോ